ഇന്നലെ നൈറ്റ് തൊട്ട് എനിക്കൊരു മുട്ടനൊരു പണി കിട്ടിയിട്ട് 8ൻ്റെ അല്ല 18ൻ്റെ പണി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വൈകുന്നേരം ഫ്രീസറിനകത്ത് സോസേജ് എടുത്തപ്പോഴാണ് ഫ്രീസർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. കുറച്ച് നേരം ഓഫൊക്കെ ചെയ്ത് നോക്കിയെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. ഫ്രീസറിന് എന്തോ പറ്റിയിട്ടുണ്ട്. രാവിലെ ഫ്രിഡ്ജുകാരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് രക്ഷയില്ല, കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പ്രതീക്ഷിക്കാതെ സാധനങ്ങളെല്ലാം പുറത്ത് വെക്കേണ്ടി വന്നു. നല്ല ടെൻഷനായി പോയി കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീനും മുട്ട പാല് ഇന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അകത്തുണ്ടായിരുന്നു. അതെടുത്ത് പുറത്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ കുറച്ച് ഐസ്ക്രീം കൊണ്ടുവന്നു. തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കാതെ പൊട്ടിക്കാതെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നത് അത് സഹിതം വെളിയിൽ എടുക്കേണ്ടി വന്നു. എല്ലാം കൂടി നല്ലൊരു ടെൻഷനായി. പിന്നെ മീനൊക്കെ എടുത്ത് കറി വെച്ചും വറുത്തുമൊക്കെ തീർക്കാതിരിക്കാം. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെജിറ്റബിൾസും പാലും ഒക്കെ നമുക്ക് തണുപ്പായതുകൊണ്ട് തന്നെ 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഫ്രിഡ്ജ് കിട്ടാൻ ഇനി 4 ദിവസം എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. ആകെ കൂടി വല്ലാണ്ടൊരു ടെൻഷനായി. ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഞാൻ അരി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചത്തേക്കുള്ള മാവ് ഞാൻ ഒരുമിച്ച് അരച്ച് വെക്കുമല്ലോ, അത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് അരച്ച് വെച്ചിട്ട് ബാക്കി മാവൊക്കെ എവിടെ കൊണ്ട് വെക്കും എന്നുള്ള ടെൻഷനാണ് കേട്ടോ. എന്തായാലും പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ ഫ്രിഡ്ജില്ലാതെ എങ്ങനെ കഴിഞ്ഞു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും നല്ലൊരു പണിയാണ്. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് കിട്ടാൻ 4 ദിവസം അതുവരെ ഞാൻ കട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള. നാളെ കാണാം. ടാറ്റാ.